ഒരു പാക്കറ്റ് മിക്സ് തരും. എന്താണോ താൻ കളിക്കുക? ക്ഷമിക്കണം. ബ്രോഡ്വേ വരെ പോണം. പേഷ്യന്റിനെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഡ്രൈവറോട് ജീപ്പ് ഇറക്കാൻ പറയും. സർ, നോ ജീപ്പ് കൊണ്ടുവന്ന് അത്ര സേഫ് അല്ല. ആംബുലൻസ് അറേഞ്ച് ചെയ്യും. അതങ്ങനെ ചെയ്യും. യെസ് സർ. ഹലോ, ഉണ്ണിത്താൻ മുതലല്ലേ? ഞാൻ ശങ്കരനാ, PC. അത് ശരി, ഓക്കെ. പോലീസ് സ്റ്റേഷനിൽ നിന്നും അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. അവളെ കൊണ്ടുവന്ന് ആംബുലൻസ് തട്ടിയെടുത്ത് നേരെ ഗോഡൌണിലെത്തിക്കണം. അപ്പൊ കൂടെയുള്ള പോലീസുകാർ എന്ത് ചെയ്യണം? അവർക്കോരോ ഉമ്മ കൊടുത്തേരെ. ഇടിയെ ആംബുലൻസ്. മുത്തു, മിടുക്കന്മാർ കോലക്കി. ഡോക്ടർ, എന്നെ രക്ഷിക്കൂ ഡോക്ടർ. എന്റെ ദൈവമേ, ആരെ തട്ടിക്കൊണ്ട് വരാനാണോ പറഞ്ഞേ? എന്തോ കളിയാണ്. ഇനി ഈ കൊലപാതകം കൂടി ഞങ്ങളുടെ തലയിലാവോ മുതലാളി? നാശം. ഈ കഴുതയെ തൂക്കെടുത്തിട്ട് പോ. കഴുതയാ? അപ്പം താൻ കഴുത. അറിവ് കെട്ടമുണ്ടം മാങ്കാത്തലയാ. ഞാൻ യാർ നനച്ച് ഉണ്ട പാർട്ടി താനെ എന്നെ കാറാല എടുത്തു വിട്ടേൻ. അടിയടാ, ധൈര്യം ഇരുന്നാടി. நான் எம்ஜிஆர் ரஜினிகாந்த் படம் பார்க்கும் உடம்படா உயிரடா உண்டா மாகரி அடி. എങ്ങനെയുണ്ട് ഡോക്ടർ? മയക്കം തെളിഞ്ഞാൽ പെയിൻ വീണ്ടും വന്നേക്കാം. അങ്ങനെ ഉണ്ടായാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. എന്റെ ഗുരുവായൂരപ്പ. എനിവേ, പേഷ്യന്റിനെ ഇങ്ങോട്ട് മാറ്റിയ വിവരം വളരെ രഹസ്യമായിരിക്കണം. ഓക്കെ. അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുവന്നാൽ ഒളിത്താവളത്തിൽ നിന്നും അവൻ പുറത്തു വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വഴി നോക്കാം. സാർ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഷടാപ്പ്. നിന്റെ അഭിപ്രായം ഇവിടെ ആര് ചോദിച്ചു? തലയിരിക്കുമ്പോ വാലാടണ്ട പേവക്കൂ. ഓഹോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ശരി. ആരാ സാർ? ഡിവൈഎസ്പി ബഷീറാ. ഇന്നലെ MG റോഡിലെ ഒരു വീട്ടിൽ പോലീസ് ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് ഒരാൾ മോഷണം നടത്തിയിരുന്നു. യുവന്മാരെയൊക്കെ. മേ ഐ കം ഇൻ? യെസ്. ഹലോ സർ, ഐ ആം വിശ്വനാഥ്, സൂപ്രണ്ട് ഓഫ് പോലീസ് ബോംബെ. ശ്രീകണ്ഠൻ നായർ. സോറി, ഇരിക്കൂ. താങ്ക് യു. ബാലേന്ദ്രൻ, താൻ ഫയലിംഗ് എടുത്തിട്ട് വരൂ. ഏത് ഫയലും? ഫയലും ഭാഗത്തിലൊന്നുമല്ല, പോലീസ് കള്ളനാണിവൻ. അവന് സംശയം തോന്നിക്കരുത്. പിറകെ പോയി പിടിക്കേ. ഞാൻ ഫയൽ എടുത്തിട്ട് വരാം. ബൈ ദ വേ, ഞാൻ വന്നിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമായിരിക്കുമല്ലോ. അറിയാം. അനങ്ങിപ്പോവരുത്, കൊന്നുകളഞ്ഞ. നോൺസെൻസ്. എന്താണിത്?
സത്യം പറ, ആരാ നീ? എന്താ അതിന്റെ ഉദ്ദേശം? സാർ ഞാൻ ഈ റോട്ടിലെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയത് ഇവൻ തന്നെയാണ് സാറേ. എടാ, കള്ളനാണെന്ന് എങ്ങനെ പിടികിട്ടിയെന്നായിരിക്കും? ബോംബെയിൽ നിന്ന് ഒറിജിനൽ SP വിശ്വനാഥൻ ഇവിടെ വന്ന് റിപ്പോർട്ട് ഇട്ടാടാ പോയത്. ഒറിജിനൽ വിശ്വനാഥോ? ഞാനാണ് വിശ്വനാഥ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ബ്രീഫ് കേസ് നോക്കണം. എന്റെ ഐഡന്റിറ്റി കാർഡും ഡിപ്പാർട്ട്മെന്റ് ഓതറൈസേഷനും ഇതിനകത്തുണ്ട്. കാക്കി കുപ്പായിട്ടിട്ട് കോമാളി വേഷം കെട്ട നീ. കാക്കി കുപ്പായിട്ടിട്ട് അരി മേടിക്കുന്നവരാടാ ഞങ്ങള്. നിന്റെ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. സോറി. ഇതാരെ? തിരിച്ചറിഞ്ഞവർ പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ വെച്ച് എക്സ്പെർട്സ് വരച്ചെടുത്ത പെരേരയുടെ ചിത്രങ്ങളാണ്. മൈ ഗോഡ്. അപ്പൊ SP വിശ്വനാഥനായി വേഷം കെട്ടി ഇവിടെ വന്നത് പെരേരയാ? എന്റെ ഗുരുവായൂരപ്പ, ഇത് സാർ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ലേ? ഛേ! ധൈര്യമായിട്ട് വരികയാണ്. ഇവിടെ ആരും വരില്ല. 8-10 കൊല നടന്ന ഭാർഗവി നിലയാ അത്. പേടിക്കാനൊന്നുമില്ല. ഇങ്ങോട്ട് പോരി. നമുക്ക് ഈ പ്രേതത്തിലും ജച്ചിയിലും പിശാചിലൊന്നും ഒരു പേടിയുമില്ല. കാരണം എന്റെ കയ്യിൽ ഉൾക്കയിൽ കെട്ടി. പാവം നേഴ്സമ്മ വല്ലാതെ പേടിച്ചു പോയേ. പോയ കാര്യം എന്തായി? പോലീസ് നാൻസി പഴയ ഹോസ്പിറ്റലിലേക്ക് തന്നെ മാറ്റിയിരിക്കുക. പോലീസുകാര് നാൻസി ശരിക്കും ഉപദ്രവിച്ചാണോ അല്ലേ? ഇപ്പൊ അസുഖം എങ്ങനെയുണ്ട്? തൽക്കാലം പേടിക്കാനൊന്നുമില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റിയേ പറ്റൂ. മറ്റന്നാളാണ് ഓപ്പറേഷൻ. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പം ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാവും. ആശുപത്രിയിലും പോലീസ് കാവലുണ്ട്. എങ്ങനെയെങ്കിലും നാൻസി അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സമാധാനമായിരിക്കും. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ചിലപ്പോ മേഴ്സിയുടെ സഹായം നമുക്ക് വേണ്ടി വന്നേക്കും. ഞാൻ എന്താ ചെയ്യണ്ടേ? പറയാം. ഉണ്ണിത്ത സാർ പറഞ്ഞിട്ട് വന്നല്ലേ? ഉണ്ണിത്താ സാർ? അതെ. വേഗം കൊണ്ടേക്കോളൂ. അതാ റെഡി. ജോസി, നാൻസി ബാത്റൂമിലേക്ക് മാറ്റി. അങ്ങോട്ട് വിളിച്ചോ. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. റിസ്ക് എടുക്കണ്ട. മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തേക്കും. Come on, cook.